എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 5ാം ക്ലാസ് അടിസ്ഥാന പാഠാവലി മലയാളം സെക്കൻഡിലെ ഈ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയുടെ ആൻസർ കീയാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. പ്രവർത്തനം 1 വായിക്കാം എഴുതാം എന്നതാണ്. ഇവിടെ സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠഭാഗം ഇവിടെ നൽകിയിട്ടുണ്ട്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഗ്രാമം മൂക്കത്തു വിരൽ വച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, കുട്ടികളുടെ അവസ്ഥയോർത്ത് ഉത്കണ്ഠപ്പെട്ടു. അടുത്തത്, കഥാഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകുന്ന ജീവിതാവസ്ഥ എന്ത്? ഉത്തരം, ദാരിദ്ര്യം. സുജിത്ത് എപ്പോഴാണ് തൻ്റെ പുതപ്പ് അനുജത്തിക്ക് നൽകിയത്? ഉത്തരം, മഴ പെയ്തപ്പോൾ. ഇടിവെട്ടിയപ്പോൾ സുജിത്ത് സന്തോഷിച്ചത്? ഉത്തരം, കൂണുകൾ മുളയ്ക്കുന്നതിനാൽ. അടുത്ത ചോദ്യം, 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി എപ്പോൾ? ഉത്തരം, ഭക്ഷണവുമായി ഇനി അമ്മൂമ്മ വരില്ലെന്നറിഞ്ഞപ്പോൾ. അടുത്തത് പ്രവർത്തനം 2 കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉറക്കം തൂങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും. അമ്മ ചോറ് കുഴച്ച് വാരിക്കൊടുക്കും. എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ. മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥയിലെ അമ്മ മകനോടുള്ള വാത്സല്യവും കരുതലും പ്രകടിപ്പിക്കുന്ന സന്ദർഭമാണിത്. അമ്മയുടെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അമ്മ എന്ന കഥാപാത്രത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ അമ്മ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണമാണ് തയ്യാറാക്കേണ്ടത്. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ കഥാപാത്രത്തിൻ്റെ രൂപം, ഭാവം, പ്രത്യേകതകൾ എന്നിവയാണ് ഉൾപ്പെടുത്തേണ്ടത്. കൂടാതെ വ്യക്തമായ ഭാഷയിലും ശൈലിയിലും കൂടി ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത ചോദ്യം, അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചു. എന്തായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ അപേക്ഷ? ഉത്തരം, ഊഞ്ഞാൽ വേണം. അടുത്തത് പ്രവർത്തനം 3 വിശകലനക്കുറിപ്പാണ്. കുട്ടികളുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്നാണ് അമ്മ കരുതുന്നത്. പരിക്കേറ്റ കുട്ടി എന്ന കവിതയെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ ആ പാഠഭാഗത്തിലെ കുട്ടിയുടെ വികൃതികളെല്ലാം അവർക്ക് ഭൂഷണമാണെന്ന് അമ്മ കരുതുന്നതിൻ്റെ കാരണങ്ങളാണ് ഇവിടെ പറയേണ്ടത്. കൂടാതെ ഇവിടെ നൽകിയിട്ടുള്ള വരികൾ കൂടി ചേർത്താണ് ഉത്തരം തയ്യാറാക്കേണ്ടത്. അടുത്തത്, കുമാരനാശാൻ്റെ ഏതു കൃതിയിൽ നിന്നാണ് പരിക്കേറ്റ കുട്ടി എന്ന കവിത എടുത്തത്? ഉത്തരം, പുഷ്പവാടി. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ നീതു ജെയുടെ കടൽ എന്ന കവിത ഇവിടെ നൽകിയിട്ടുണ്ട്. കവിതയുടെ ആശയം, ഇഷ്ടവരികൾ, വാക്കുകളുടെ ഭംഗി, മറ്റു പ്രത്യേകതകൾ എന്നിവ ചേർത്ത് കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുകയാണ് വേണ്ടത്. ഇവിടെ കടൽ എന്ന കവിതയുടെ ആശയവും കൂടാതെ സ്വന്തം കാഴ്ചപ്പാടുകളും നിരീക്ഷണങ്ങളും ചേർത്താണ് ഉത്തരം തയ്യാറാക്കേണ്ടത്. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ കവിയെ പരിചയപ്പെടുത്തുന്നത്, പിന്നീട് കവിതയുടെ ആശയം, കൂടാതെ ശേഷം നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് മറ്റുള്ള വായനക്കാരിലേക്ക് എന്ത് എത്തിക്കണം എന്നുള്ള കാര്യവുമാണ് അവസാനത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. പ്രവർത്തനം 5 അനുഭവക്കുറിപ്പാണ്. എത്രയൊക്കെ കഷ്ടതകൾ ഉണ്ടെങ്കിലും ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകൾ കൂടുതലുള്ളത് കുഞ്ഞുങ്ങളിലും. നന്മപ്പൂക്കൾ എന്ന കഥയിലെ ഈ വരികൾ ഓർക്കുന്നുണ്ടല്ലോ. മറ്റുള്ളവർക്കായി നന്മകൾ ചെയ്ത കുഞ്ഞുങ്ങളാണ് നിങ്ങളും. നിങ്ങൾ ചെയ്ത നന്മ നിറഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച് കുറിപ്പെഴുതുക എന്നതാണ് ചോദ്യം. നാം പാവപ്പെട്ട ആരെങ്കിലും സഹായിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് നാം സഹായിച്ചിട്ടുണ്ടത് എന്നുള്ള കാര്യങ്ങൾ ചേർത്താണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങളുടെ അപ്പോഴുള്ള അനുഭവമാണ് എഴുതേണ്ടത്. അപ്പോൾ അവരിലുണ്ടായ ഒരു സന്തോഷം എന്നിവ കൂടി ചേർത്ത് വളരെ നല്ലൊരു ഭാഷയിൽ ഉത്തരം എഴുതാൻ സാധിക്കും. അടുത്തത്, മിറിക്ക് വേണ്ടി അവർക്കത് ചെയ്തേ മതിയാവുമായിരുന്നുള്ളൂ. എന്താണ് കൂട്ടുകാർ ചെയ്തത്? ഉത്തരം, ചുടുകുപ്പായങ്ങൾ വാങ്ങി. അടുത്തത് പ്രവർത്തനം 6 സ്നേഹ സന്ദേശം എന്നതാണ്. കനിവായി നിലവായി എന്ന യൂണിറ്റിലെ എല്ലാ പാഠങ്ങളിലും സ്നേഹത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അച്ഛനമ്മമാരും കൂട്ടുകാരും സഹോദരങ്ങളുമൊക്കെ ജീവിതത്തിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ക്ലാസ്സിൽ തയ്യാറാക്കുന്ന സ്നേഹപ്പതിപ്പിലേക്ക് ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കുക എന്നതാണ് ചോദ്യം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്നേഹ സന്ദേശം തയ്യാറാക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് സഹായമാകുന്നതും സ്നേഹത്തിൻ്റെ മൂല്യം വ്യക്തമാകുന്നതുമായിട്ടുള്ള സ്നേഹ സന്ദേശങ്ങളാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.